പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തൊരു ഞായറാഴ്ച വൈകിട്ട് നടക്കാനിറങ്ങിയാൽ തൃശ്ശൂർ നഗരത്തിൽ കാണാവുന്ന ചില കാഴ്ചകളാണ് ഞാനീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തേക്കിൻകാട് മൈതാനത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ എന്നെ വരവേറ്റത് ഒരു ആനയാണ്. തൃശ്ശൂരായതുകൊണ്ട് തന്നെ ആനയുടെ കൂടെ കുറേ ആളുകളുമുണ്ട്. ഈവനിങ് വാക്കിനിറങ്ങിയതാണോ, ഏതെങ്കിലും അമ്പലത്തിലോ എന്തെങ്കിലും ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള യാത്രയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആനയെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ആനേനെ കാണാൻ ഓടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്തു. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു പക്ഷി നിരീക്ഷണ ചെയ്യുന്നൊരു ചേട്ടൻ ഒരു തത്തയെ വെച്ച് ആളുകളോട് ഭൂതവും ഭാവിയും വർത്തമാനമൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് അവിടുന്ന് അങ്ങനെ പതുക്കെ നടന്ന് നീങ്ങിയപ്പോൾ വിദ്യാർത്ഥി കോർണർ ഭാഗത്ത് കുറേ ചേട്ടന്മാരിരുന്ന് തായം കളിക്കുന്നുണ്ട്. അവരെന്നെ കണ്ടതുപോലും ഞാനവിടെ എത്തിയതുപോലും അവർ ശ്രദ്ധിച്ചിട്ടില്ല. പൊരിഞ്ഞ കളി, കവടി നീട്ടിയെറിഞ്ഞും വലിച്ചെറിഞ്ഞൊക്കെ അവർ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം റൗണ്ടൊക്കെ നോക്കി നിന്നു. പിന്നെ അവിടെ നിന്ന് വീണ്ടും നടന്ന് പാറമേക്കാവിൻ്റെ അടുത്തെത്തി. അപ്പോൾ പാറമേക്കാവിൽ കഥകളി നടക്കുന്നുണ്ട്. ദേവയാനി സ്വയംവരമാണ് കഥ. ഇപ്പം ഈ ഭാഗത്ത് നടക്കുന്നത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. എന്നാലും ഞാൻ കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു. ചുട്ടി കുത്തുന്നത് കണ്ടു. അരങ്ങിലെ സംഭവങ്ങൾ കുറച്ച് നേരം നോക്കിയിരുന്നു. അത്ര അധികം പേരൊന്നുമില്ല, ഒരു 10, 30, 40 പേര് കാണാനുണ്ടാവും. അതും പ്രായമായിട്ടുള്ളവരാണ് അധികവും. ചെറുപ്പക്കാരുടെ തലേന്ന് ഞാനവിടെ അധികം കണ്ടില്ല. പെട്ടെന്ന് വന്ന് മനസ്സിലാക്കി ഈ കല അങ്ങോട്ട് ആസ്വദിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് കഥകളി കാണാനായിട്ട് ആരും ചെല്ലണ്ട. പെട്ടെന്നല്ല, കുറേ പ്രാവശ്യം ചെന്നാലും ഇതൊന്നും മനസ്സിലാവാത്ത പോലെ പിടിതരാതെ നിൽക്കും. അത്രയ്ക്ക് സങ്കീർണമാണ് ഇതിലത്തെ ഓരോ കാര്യങ്ങളും. ഓരോ വേഷങ്ങൾക്കനുസരിച്ച് വരുന്ന മേക്കപ്പ്, രംഗത്ത് വരുമ്പോഴുള്ള അവതരണം, പിന്നെ നിന്നുള്ള പാട്ട്, അങ്ങനെ ഓരോന്നും വ്യത്യസ്തമായിട്ടാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. മുദ്രകളുടെയും ഭാവാഭിനയത്തിൻ്റെയും അർത്ഥം അറിയാത്ത ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം കഥകളി വളരെ സങ്കീർണമായൊരു കലാരൂപമാണ്.